ഹായ്, എല്ലാവർക്കും വിഷ്ണുശാലിനിയുടെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. രാജേശ്വരി തന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് പ്രീതിയിൽ നിന്നും മനസ്സിലാക്കിയ വിഷ്ണു എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. പിന്നീട് ശാരദാമ്മയോട് മാപ്പ് പറയാനായി വിഷ്ണു കുടുംബശ്രീയിലേക്ക് എത്തുന്നു. പക്ഷേ വിഷ്ണുവിന് പറയാനുള്ളത് കേൾക്കാൻ ശാരദാമ്മ തയ്യാറാകുന്നില്ല. വിഷ്ണുവിന് മുമ്പിൽ വാതിൽ കൊട്ടിയടയ്ക്കുകയാണ് ശാരദാമ്മ. ഇതിനുശേഷം വിഷ്ണു രാജീവിനെ കാണുന്നുവെങ്കിലും രാജീവും അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല. പിന്നീട് ശാലിനി നിൽക്കുന്ന അമ്പലത്തിലേക്ക് എത്തുകയാണ് വിഷ്ണു. ശാലിനി, എനിക്ക് തന്നോടൊന്ന് സംസാരിക്കണം എന്ന് വിഷ്ണു പറയുമ്പോൾ ആകെ ദേഷ്യപ്പെട്ട് അലറുകയാണ് ശാലിനി. പോ ദൂരെ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ശാലിനി. എൻ്റെ ശാരികേച്ചിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളുമായി വിവാഹം. അതായിരുന്നു അച്ഛൻ പോലും തുണയ്ക്കില്ലാത്ത നമ്മുടെ കുടുംബം നേടുന്ന ആദ്യത്തെ കുഞ്ഞു വിജയം. പക്ഷേ ഒരു മതയാനയെ പോലെ താൻ അവിടെ കയറി വന്ന് എല്ലാം തകർത്തു തരിപ്പണമാക്കി. അതോടെ തീർന്നു എല്ലാം എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് അലമുറയിട്ട് കരയുകയാണ് ശാലിനി. ശാലിനിയുടെ സംസാരമെല്ലാം കേട്ട് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് വിഷ്ണു. അമ്പലനടയിൽ നിൽക്കുന്ന ദാസനും ശാരികയും ശ്യാമയും ഒക്കെ ഇതൊക്കെ കേട്ട് വളരെയധികം സങ്കടപ്പെടുകയാണ്. പക്ഷേ ഈ സംസാരത്തിൽ അകലിൽ നിന്ന് സന്തോഷിക്കുകയാണ് സുസ്മിത. ഇനി വിഷ്ണുവിന് പറ്റിയ അബദ്ധം ആരാണ് ശാലിനിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നതെന്ന് വരും എപ്പിസോഡുകളിൽ നമുക്ക് കാണാം. ഇത്രയുമാണ് പ്രൊമോ. ഓക്കെ, താങ്ക് യു.